That's right. അയല പിടിക്കാനുള്ളതാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഇട്ടാൽ മതി. അതിനകത്ത് ഏരിയൊന്നും കൊത്തണ്ട. ടണലിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. അടിപൊളി. നമുക്കൊരു ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലെ കാണാം. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് അപ്രോച്ച് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ പിമല്ലു എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു പിമല്ലു. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഷ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം ആഷ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വേറൊരു ക്ലിഫിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചിലവർ എന്താ പറയുക, അവിടെ നമുക്ക് ഫിഷിങ് ചെയ്യണ കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട്. പഴയതല്ലേ അതൊക്കെ. ഞാനിവിടെ പണ്ട് ചൂണ്ടയിടാൻ വന്നത്. ശരിക്കും മീനോ അതോ ആളുകൾ ചൂണ്ടക്കഥകൾ പോരട്ടെ. അയല പോലും കിട്ടിയില്ല. 5-6 മണിക്കൂർ വെറുതെ. ലൈസൻസ് ഉണ്ടായിരുന്നു? ലൈസൻസ് അല്ല, ഇവിടെ പൈസ കൊടുക്കണം. ഒരു ചൂണ്ടയ്ക്ക് 7 കൊണ്ട് കൊടുക്കണം. എത്ര മണിക്കൂർ? അത് അവര് തരുന്ന റോഡാണോ? റോഡല്ല, നമ്മൾ കൊണ്ടുപോകണം. ഒരു ദിവസം മുഴുവൻ 5 എണ്ണം ഉള്ള ചൂണ്ടയ്ക്ക്. അത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ. അല്ല, അങ്ങോട്ട് ഒരു ദിവസം മുഴുവനാ 7 കൊണ്ടുവരാം. എന്ത് മീൻ സാധാരണ കിട്ടല്? അതിപ്പോ സ്രാവ്, കടൽക്കറുപ്പ്. അയല പിടിക്കാനുള്ളതാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഇട്ടാൽ മതി. അതിനകത്ത് ഏരിയൊന്നും കൊത്തണ്ട. മറ്റേ മീൻ വേണമെങ്കിൽ നമ്മൾ ഇതിനെ കോർത്തിടണം. അയലല്ലേ? അയലല്ലേ, വേറെ ഒരു തീറ്റ. നേരല്ലേ? സിബിച്ചേട്ടന്റെ ചൂണ്ടക്കഥകളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടത്. പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. ടണലിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. അടിപൊളി അല്ല, എന്തിനുണ്ടാക്കി തുറങ്ക അറിയോ? എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അതൊന്നല്ല, എന്തെങ്കിലും ഒരു സംഭവത്തിന് ഉണ്ടാക്കിയതാവും. ചിലപ്പോ അല്ല ഇരങ്കിയോ കോപ്പ് എന്തെങ്കിലും കൊണ്ടുപോകാൻ. ചെറിയൊരു ടണല്. അടിപൊളി. നമ്മളപ്പോ വീണ്ടും പുറത്തെത്തി. അപ്പോൾ മറ്റൊരു ക്ലിഫിൻ്റെ നമ്മൾ ഇവിടെ എന്താ പറയുക അത് നമുക്ക് കാണാം സംഭവം. നമ്മളെങ്ങോട്ട് പോവാ? Now that time here. Champejo. Oh, the money. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലെ കാണാം. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് അപ്രോച്ച് ചെയ്യാം. എന്താന്ന് നോക്കാമല്ലോ. സീ ഫ്രണ്ട് ആണ്. സീ ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടോ, അതിന് മൊത്തമുള്ള ആംബിയൻസ് കാണിച്ചു തരാം. നമുക്ക് ചൂണ്ടയിടാം. ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പുറത്തെ ക്ലിഫ്. നല്ല ആംബിയൻസാണ്. ഫോക്സ്റ്റൺ മൊത്തം തന്നെ നല്ലൊരു ആംബിയൻസാണ്. കാരണം എന്താ പറയുക, ചെറിയ ചെറിയ മൗണ്ടൻസും പിന്നെ ഹില്ലി ടോപ്സും ഒക്കെ ആയിട്ട് സീ ടൂറിസ്റ്റ് അട്രാക്ഷൻ വളരെയധികം ഉള്ളൊരു പ്ലേസാണ് ഫോക്സ്റ്റൺ. ഇത് ജസ്റ്റ് എനിക്കൊരു എന്താ, നമ്മൾ ദൂരെ നിന്നുണ്ടപ്പോൾ ലൈറ്റ് ഹൗസ് ആണെന്നത്. അവിടെ ക്യാമറ ഉണ്ട് കേട്ടോ, അല്ലേ? ക്യാമറ വെച്ചാൽ ഇപ്പോൾ ലൈറ്റ് ഹൗസ് അല്ല ഇത്. ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് കറക്ഷൻ.
നമ്മൾ ലൈറ്റ് ഹൗസ് ആണെന്ന് ഉദ്ദേശിച്ചത്. ലൈറ്റ് ഹൗസ് അല്ല, ചെറിയൊരു എന്തോ ഒരു സംഭവം. നമുക്ക് ഉള്ളിൽ കയറി ഇരിക്കാൻ, ചിലപ്പോൾ തണുപ്പ് മഴയൊക്കെ വരുമ്പോൾ അല്ല അത്യാവശ്യത്തിന് കയറി ഇരിക്കാനുള്ള സംഭവം. ഇപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് കാർ എടുക്കാൻ പോവാം. പുറത്ത് നമ്മുടെ കടലാണ്. നമ്മൾ ഫോക്സ്റ്റൺ സീരീസിൽ എന്താ പറയുക, എല്ലാ ഇതും ചാനലാണോ? ഇംഗ്ലീഷ് ചാനൽ. ഡേഞ്ചർ, ദിസ് ഈസ് നോട്ട് എ പാത്ത്. ബ്രിട്ടീഷ് ചാനൽ. ഇപ്പോൾ ഇത് കണ്ടോ, ക്ലിഫ് ഇങ്ങനെ കിടക്കുക. ക്ലിഫ് കാറുകൾ പാർക്ക് ചെയ്യാം. ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടോ, ഫിഷിങ്ങിന് വന്നെന്നുണ്ടെങ്കിൽ, അതായത് ഫിഷിംഗ് ടുഡേ, ഇന്ന് ഫിഷിങ്ങിന് വന്നെന്നുണ്ടെങ്കിൽ പ്ലീസ് റിമെമ്പർ ടു ബൈ യുവർ ഫിഷിംഗ് ടിക്കറ്റ് അറ്റ് ദി കിയോസ്ക്. താങ്ക് യു. അത് നമ്മൾ ടിക്കറ്റ് എടുക്കണം ഫിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. വെറുതെ ഒന്ന് ചൂണ്ടയിട്ട് നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ സർവൈലൻസ് ക്യാമറ ഉണ്ടാവും, നമ്മൾ വന്ന് പിടിക്കും നമ്മൾ ടിക്കറ്റ് എടുത്തില്ലെന്ന് അവർ അറിയുന്നുണ്ടെങ്കിൽ. അപ്പോൾ 6 പേർക്ക് അത് കിയോസ്ക് എന്നാണ് പറയണത്. അപ്പോൾ 6 ആണ് ഒരു അഡൾട്ടിന് ടിക്കറ്റ് എടുക്കുക, 4 ജൂനിയർ. അഡൾട്ടിന് 6 കൊണ്ടും ജൂനിയറിന് 4 കൊണ്ടും. അതിൻ്റെ ഒപ്പം ഒരു ഹോട്ട് ഡ്രിങ്ക് കിട്ടും. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പേടിക്കാം. പിന്നെ തണുക്കല്ലേ. ഒരു കടലാണ് നമ്മൾ കാണാൻ പോകുന്നത്. കടലിന്റെ വേറെ സൈഡ്, ഇതിന് ബീച്ച് സൈഡ് ഇല്ലാത്തൊരു, ഇതിന് ബീച്ചില്ലല്ലേ, കോൺക്രീറ്റാ. ഓക്കെ, ഇത് വോളും കൊണ്ട് തീർത്തേക്കുവാ. എനിക്ക് അവന്മാര് പൈസക്ക്, അതായത് ഫിഷിങ്ങും ഇതിനും വേണ്ടി മാത്രമാണ് ഈ ഒരു ഏരിയ. ഓക്കെ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു ഏരിയ. വോൾ ഇങ്ങനെ പണിതിട്ട് ബീച്ച് കൊടുത്തേക്കുവാ. ബീച്ചല്ല, സീ സൈഡ്. അതാണ് ഇതിന്റെ ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു ബൗണ്ടറി ചെയ്തിട്ട്. ഇത് ഡോഗ് പൂ, പട്ടിയുടെ ഇച്ചിയാണ്, അതിനാണ് പറയുന്നത് ഡോഗ് പൂ. അപ്പൊ അത് ഇടാൻ വേണ്ടി മാത്രം, അല്ല കണ്ടിടത്തൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പൊ അത് ഇടാൻ വേണ്ടിയുള്ള ബോക്സ് ഉണ്ട്. ഇവിടെ തന്നെയല്ല, പലയിടത്തും കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി അത് കൊണ്ടുവന്ന അതിന്റെ യജമാനൻ. അത് നമ്മൾ ഒരു പ്രത്യേക ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് അത് വാരി അതിൽ നമ്മൾ ഡംപ് ചെയ്യണോ അല്ലേ? ഇൻ കേസ് അവിടെ ഒരു പട്ടി എന്താ പറയാ, ഇൻ കേസ് അത് നമ്മൾ അതിന്റെ ഓണർ അത് കോരി കളഞ്ഞിട്ട് അതിന്റെ അത് കൊണ്ട് ഡംപ് ചെയ്യണം. അതെ. അത് ഇവിടെ തന്നെയല്ലേ, ഓൾ UK അങ്ങനെ അതാണ് റൂള്. നമുക്ക് വഴിയിലിട്ടിട്ട് പോകാൻ പറ്റില്ല. അതെ. അതുമല്ല, ഈ പട്ടീനം കൊണ്ട് നടക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചുണ്ടോ, എപ്പോഴും ഒരു ബാഗായിട്ടായിരിക്കും നടക്കുന്നത്. അത് ഈ വേസ്റ്റ് അതിലോട്ട് എടുത്ത് ഇതേപോലെ ഡംപ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇനി വേസ്റ്റ് ബിൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവരത് ക്യാരി ചെയ്തിട്ട് എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഡംപ് ചെയ്യും, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഏരിയയിൽ. ഓക്കെ, നല്ല കാര്യമാണ്. നമ്മുടെ എൻവിറോൺമെന്റ് ക്ലീൻ ആയിട്ട് ഇരിക്കുമല്ലോ. ഭയങ്കരമായ സൗന്ദര്യമാണ് ആ കടലിൽ. അത് നല്ല, അതായത് ഒരു പായല്, ചെളി, അങ്ങനത്തെ ഒരു സാധനമില്ല. ക്ലീൻ ആൻഡ് ടൈഡി എന്ന് പറയാം ആ വാട്ടർ. ഇനി നമുക്ക് അവിടെ മീൻപിടുത്തക്കാരുണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നല്ല ഒരു ഇളം പച്ച നീലൊക്കെ എന്ന് പറയാം അല്ലേ, മിക്സ് ആയിട്ടുള്ള. എന്നാ ഉണ്ടാവും അതിൽ മീനുണ്ട്, നോക്കിയേ, മീനൊക്കെ കുഞ്ഞു ആ അത് മീനാണത്. പിന്നെ എന്താ അത് കണ്ടില്ലേ, ഒരു കൂട്ടമായിട്ട് വരുന്നേ. അതെ. അയ്യോ, അപ്പൊ ഒരുപാട് മീനുണ്ട്. നമ്മള് കണ്ടു കഴിഞ്ഞാൽ ഓളപ്പരപ്പാന്നേ പറയുള്ളൂ. അതെ. നീ പറഞ്ഞപ്പോഴാ ശ്രദ്ധിച്ചേ. അതെ. ഇപ്പം ഇത് കണ്ട് ഇങ്ങനെ ഈ ലോൺ ഇങ്ങനെ കിടക്കുക, നമുക്ക് ട്രാവൽ ചെയ്യാം, നമുക്ക് സൈക്ലിങ് ചെയ്യാം, നമുക്ക് നടക്കാൻ പോവാം. ആൾക്കാർ വന്ന് ഇതേപോലെ കാണുന്നുണ്ട്. ഇച്ചിരി വൈറ്റമിൻ ഡിയും കൂടി ഒന്ന് അടിക്കാം. അതെ, ഒരു സൺ ബാത്ത് അല്ലേ, നല്ല കാര്യം. സൺ ബാത്ത് സ്കിന്നല്ല. ഇവിടെ മറ്റേ ടീംസ് കണ്ടോ, അവിടെ നിന്ന് നടന്നു വരിക, മറ്റേ 2 ടീംസ്. അവരെ സൂം ചെയ്തെടുക്കാം.
അപ്പൊ ഇത് ഇതല്ലേ ഈ ക്ലിഫ് സ്ട്രോങ് ആകാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അല്ല ഈ ക്ലിഫ് ഇതല്ലേ പ്രോപ്പർ കല്ലല്ലേ ഇത്? അല്ലല്ല, ഇത് ചുണ്ണാമ്പാണ്. ഓക്കെ, നമ്മൾ ഇന്ന് കണ്ടത് മൊത്തം ചുണ്ണാമ്പാണ്. ആഹാ, അത് കല്ലല്ല ഇത്. എനിക്കൊരു പുതിയൊരു ഇൻഫർമേഷൻ ഉണ്ടോ അത്? ഓക്കെ ഓക്കെ, അപ്പൊ ഇത് മണ്ണാണ്, ഇത് ഇടിയാൻ സാധ്യതയുണ്ട്. ഓ, ഇത് ഇടിയിടിഞ്ഞ ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് അച്ഛനോട് ചോദിച്ചത് കൺഫേം ചെയ്യാം. ഇത് ഫോക്സണിലെ ഗില്ലിനോട് ചോദിക്കാം. ഗില്ലി, ഇത് പാറയല്ലല്ലോ, ഇത് മണ്ണല്ലേ, വെറും ചുണ്ണാമ്പ് മണ്ണല്ലേ. ഇത് കണ്ടോ എന്താണ്? പുതിയൊരു ഇൻഫർമേഷൻ ആണ്. ഞാൻ വിചാരിച്ചത് പാറയായിരിക്കും. ഇത് ലൈംസ്റ്റോൺ ആണ്. നമ്മൾ ഇന്ന് കണ്ടത് മൊത്തം ഇതാ. അതല്ല, ഇതൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട് തേച്ച് വെച്ചിരിക്കുന്നത് ഇടിഞ്ഞു വീഴാണ്ടിരിക്കാൻ. ആണോ? ഇതില് അവിടെയൊക്കെ അതൊക്കെ ഉണ്ടോ? അല്ല, എത്ര ഫിനിഷിംഗ് ഇല്ല. പക്ഷെ അത് എനിക്കൊരു പുതിയൊരു കിട്ടി. എനിക്ക് തോന്നുന്നില്ല അത് പായല് കയറി കിടക്കുന്നതാന്ന് തോന്നുന്നു. അല്ല, പായലല്ല, മറ്റവിടെ ഉണ്ടല്ലോ, അവർ ഇടിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്തോ തേച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്കൊന്ന് ലോൺ പിടിപ്പിച്ചേക്കുന്ന അച്ഛാ. ലോൺ പിടിപ്പിച്ചല്ല ഞാൻ പറഞ്ഞത്. Something big. Yeah, it's a wild shot. Three is there. You're not clear. One stop, buddy. Excuse me. Ah. You need it in the face of the tree. ഒന്ന് എടുക്കണ. Distance, so mate. COVID-19. Are you gonna do the? It's a fresh one. More blokes than it does fish. You want to have a go now? That's right. Oh. എടാ അവിടം വരെ പോയി. It's gone up to there. അല്ലേ? അപ്പോൾ എൻ്റെ ബാക്കിൽ ഇത് കണ്ടോ, രണ്ട് പാർട്ട്നേഴ്സ്, ഭാര്യയും ഭർത്താവും ആയിരിക്കാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിരിക്കാം. രണ്ടുപേരും ചൂണ്ടയിട്ടോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിന് കിട്ടുന്നുണ്ട് പെട്ടെന്ന്. മാക്രൽസ് ഇതല്ലേ നമ്മുടെ ചാളയല്ലേ? ചാള അയല മാക്രൽസ് അയിലല്ലേ? സാർഡൈൻസ് അത് തന്നെ. മാക്രൽസ് നമ്മുടെ അയിലയാണ് കിട്ടിക്കൊണ്ടിരിക്കണം. ഇല്ല, അതുകൊണ്ട് അവിടെ ചെന്ന് വീണു. പക്ഷെ അവനേ എരേനെയൊന്നും കോർത്തിടണ്ടില്ലല്ലോ, കണ്ടോ? അതിൽ എര വേണ്ട, അതിന്റെ ഇതുണ്ടാ കൊളുത്തിലുണ്ട്, മീനായിട്ട് തോന്നും. ആ സാധനം കാണുമ്പോ അവന്മാരെ ഒന്ന് പിടിക്കും. ഓക്കെ, അപ്പൊ പുള്ളിക്ക് അടുത്ത നമ്മുടെ അയില തന്നെ, അതായത് മാക്രൽസ്. പുള്ളിയുടെ ഭാര്യ കുറെ കിടന്ന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ നമ്മൾ വന്നതിന് ശേഷം ഒന്നും കാണാനില്ല. നമ്മളുടെ വലിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പൊ കിട്ടും എന്നുള്ള രീതിയിലാണ് പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ നേരത്തെ പറഞ്ഞോട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നിങ്ങളുടെ
ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.